ഹായ്. അപ്പോൾ ഇന്ന് നമുക്ക് എന്തൊക്കെയാണ് ലൈവ് അപ്ഡേഷൻസ് എന്ന് നോക്കാം. അതിന് മുമ്പായി നിങ്ങൾ മലയാളം ബിഗ് ബോസ് വോട്ടിംഗ്.comൽ പോയി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിക്ക് പോൾ ചെയ്യൂ. അപ്പോൾ കറക്റ്റ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു വോട്ടിംഗ് സിസ്റ്റം ആർക്കാണോ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഉള്ളത് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അമ്മൂസോട്ടിൻ്റെ ലൈവ് അപ്ഡേഷനിൽ കാണാവുന്നതാണ്. ലൈവിലും കൂടി ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ സൈറ്റിൽ ഒഫീഷ്യൽ ഹോട്ട്സ്റ്റാർ ഒഫീഷ്യൽ പോയിട്ട് കറക്റ്റായിട്ട് വോട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതെന്ന് പറയുന്നത് നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഒരു ആൾക്ക് നമ്മുടെ ബിഗ് ബോസിന്റെ കണ്ടസ്റ്റന്റുകൾ ആർക്കാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട്, ആർക്കാണ് ഏറ്റവും കുറവ് സപ്പോർട്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ് കേട്ടോ. അത് നമ്മുടെ സ്വന്തം അമ്മൂസോട്ടിന്റെ സ്വന്തം വെബ്സൈറ്റ് ആണ് മലയാളം ബിഗ് ബോസ് വോട്ടിംഗ്.com. അത് സന്ദർശിച്ച് നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥിക്ക് നിങ്ങൾ പോൾ ചെയ്യും കേട്ടോ. എന്നിട്ട് നിങ്ങൾ ലൈവ് അപ്ഡേഷൻസ് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ അറിയാൻ പറ്റും ആർക്കാണ് ഏറ്റവും കൂടുതൽ വോട്ടെന്ന്. അപ്പോൾ നമുക്കിന്ന് അതിന് മുമ്പായി നിങ്ങൾ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും കൂടി ചെയ്യാം. അപ്പോൾ ഇന്ന് നമുക്ക് എവിക്ഷൻ നോമിനേഷൻ, ഇന്ന് ലൈവിലുണ്ടായിരുന്നത് എവിക്ഷൻ നോമിനേഷനാണ്. ആരൊക്കെയാണ് എവിക്റ്റഡ് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവിക്ഷനിൽ വന്നത് ആരൊക്കെയാണെന്ന്. നമ്മൾ 13 പേരാണ് എവിക്ഷനിലേക്ക് വന്നിരിക്കുന്നത് കേട്ടോ. 13 ആൾക്കാരാണ് എവിക്ഷനിലേക്ക് വന്നിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ആരൊക്കെയാണ് ഞാൻ ഒന്നും കൂടി പറയാം. നൂറ ഡയറക്റ്റ് എവിക്റ്റ് ചെയ്തേക്കുന്നത് ആര്യനെയാണ്. അതുപോലെ റെന, ബിന്നി, അനുമോൾ, ആദില, അനീഷു, നെവിൻ, അഭിലാഷ്, അക്ബർ, 4 ജിഷിൻ ഒഴിച്ചുള്ള 4 വൈൽഡ് കാർഡ്സ്, പ്രവീൺ, ലക്ഷ്മി, മസ്താനി ആൻഡ് സാബുമൻ. ഇത്രയും പേരാണ് എവിക്ഷൻ വന്നിരിക്കുന്നത്. 13 പേരാണ് എവിക്ഷൻ നോമിനേഷനിൽ എത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ എവിക്ഷൻ നോമിനേഷൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം. ജിസേല് നമ്മുടെ അനുമോളെ നോമിനേറ്റ് ചെയ്തില്ല. എന്തുകൊണ്ടാണ് ജിസേല് അനുമോളെ നോമിനേറ്റ് ചെയ്യാഞ്ഞത്? ഇത്രയും വലിയ ഒരു പ്രശ്നം, ഇത്രയും വലിയ കോളിളക്കം ഒരു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് അനുമോൾ എന്നാണ് അവർ പറയുന്നത്. നമ്മളല്ല പറയുന്നത്, അവരാണ് പറയുന്നത്. അവരുടെ ഒരു ലൈഫ് തന്നെ തകർക്കുന്ന രീതിയിലുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കിയ ഒരു വ്യക്തി എന്തുകൊണ്ടാണ് ജിസേല് നോമിനേറ്റ് ചെയ്യാതിരുന്നത്? കാരണം എനിക്ക് തോന്നിയ കാരണമാണ്, അവർ തെറ്റ് ചെയ്തിട്ടുണ്ട്. അനുമോള് പറഞ്ഞതെല്ലാം സംഭവിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ടാണല്ലോ ബിഗ് ബോസ് ക്ലിപ്പിംഗ്സ് കാണിക്കുന്നത്. ബിഗ് ബോസ് എന്തിനും ഏതിനും ചെറിയൊരു കാര്യത്തിനും ചപ്പാത്തി എടുത്തതെന്ന് പറഞ്ഞ് കരഞ്ഞതിനും, മറ്റേത് അവിടെ പോയി തട്ടതിനും, ഇവിടെ പോയി പിടിച്ചതിനും, മറ്റേതും എല്ലാം ബിഗ് ബോസ് ക്ലിപ്പിംഗ്സ് കാണിക്കുന്ന ബിഗ് ബോസ് അനുമോളും ജിസേലും ആര്യനും തമ്മിലുള്ള ഇത്ര വലിയ പ്രശ്നം ഉണ്ടായിട്ടും ലാലിട്ടം വന്ന് നാണമുണ്ടോ, മറ്റേതുണ്ടോ, മറിച്ചേതുണ്ടോ, നിങ്ങൾ തോന്നിയ ദിവസം പറയുന്ന ഇതെല്ലാം ചോദിച്ചിട്ടും അതേ സ്റ്റാൻഡിൽ ഉറച്ചു നിന്ന അനുമോളെ തകർക്കുക, അല്ലെങ്കിൽ അനുമോളെ കള്ളിയാണ് എന്ന് വരുത്തി തീർക്കേണ്ടത് ആവശ്യം ബിഗ് ബോസിനും ലാലേട്ടനും ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അവർ ആ ക്ലിപ്പിംഗ്സ് മുഴുവൻ കാണിക്കാഞ്ഞത്? കാരണം അത് സത്യമായ കാര്യമാണ്. അത് വളരെ വളരെ സത്യമായ കാര്യമായതുകൊണ്ടാണ്. കാരണം നാളെ ബിഗ് ബോസ് ഇത് പറഞ്ഞിട്ട് ഇവർ കള്ള ക്ലിപ്സ്, അപ്പോൾ ചോദിക്കും അവർക്ക് എന്തെങ്കിലും ക്ലിപ്പിംഗ്സ് കാണിച്ചാൽ പോരായിരുന്നു എന്ന് ചോദിക്കും. എന്ത് ക്ലിപ്പിംഗ്സ് കാണിച്ചാലും അനുമോളെ നാളെ അത് പറഞ്ഞിട്ട് പുറത്താക്കുകയാണെങ്കിൽ അനുമോൾക്ക് തീർച്ചയായിട്ടും കോടതിയിൽ പോകാനുള്ള റൈറ്റ് ഉണ്ട്. ആ ക്ലിപ്പിംഗ്സ് മുഴുവൻ എന്തെങ്കിലും അതിനകത്ത് ഏതെങ്കിലും ഒരു ചെറിയ ഭാഗം പോലും എഡിറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റത്തില്ല. കോടതിയിൽ അതെല്ലാം പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായി വരും. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് അവിടെ ഒരു ലീഗൽ കമ്മിറ്റി തന്നെ ഉണ്ട്. അഡ്വക്കേറ്റ്സിൻ്റെ തന്നെ ഒരു ലീഗൽ പാനലുണ്ട്. ആ ഒരു ലീഗൽ പാനൽ തന്നെ തീരുമാനിച്ചിട്ടുണ്ടാവും അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ. വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകേണ്ട ഒരു ആവശ്യകത ഇല്ല. പോയാൽ ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർ മോശക്കാരൊന്നും അല്ലല്ലോ. ഇവിടെ കോടതി നിയമങ്ങളൊക്കെ ഇല്ലേ? കാരണം ഒരു വ്യക്തിയെ കള്ളിയാക്കിക്കൊണ്ട് ഇവർ അത് കട്ട് ചെയ്തിട്ട് ബാക്കി കാണിച്ചാൽ മതി. പല ആൾക്കാരും പറയുന്നുണ്ട് അങ്ങനെ ബിഗ് ബോസ് നിങ്ങൾ അങ്ങനെ പറയുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ബിഗ് ബോസിന് ഇച്ചിരി കട്ട് ചെയ്ത് കാണിച്ചാൽ പോരായിരുന്നോ? ആരെ കണ്ടുപിടിക്കും, അപ്പോൾ അവള് കറക്റ്റ് ആവത്തില്ലായിരുന്നു എന്ന് ചോദിച്ചാൽ അങ്ങനെ കട്ട് ചെയ്ത് കാണിച്ച ഒരു വ്യക്തിയെ കള്ളിയാക്കി കഴിഞ്ഞാൽ ഇവിടെ നിയമ നടപടികൾ സ്വീകരിക്കാൻ പറ്റും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ലൈഫാണ്. ഒരാൾ ചെയ്ത കാര്യങ്ങളെ അവൾ പറഞ്ഞുള്ളൂ. അതും പറയേണ്ട സാഹചര്യം എന്ന് പറഞ്ഞാൽ സ്വന്തം അമ്മയ്ക്ക് വിളിച്ചപ്പോഴാണ് പറഞ്ഞത്. അതിന് മുമ്പേ തന്നെ പറഞ്ഞു കഴിഞ്ഞതാണിത്. അപ്പോൾ ഇത് നേരത്തെ തന്നെ അഭിലാഷിനോടൊക്കെ ഇത് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. ഷാനവാസിനും അറിയാതെ, ഷാനവാസ് അവിടെ പൂച്ചം പറയുന്നുണ്ടെന്ന്. ഷാനവാസ് എത്തി നോക്കുന്നു എന്ന് പറഞ്ഞ് അപ്പാനിയപ്പോൾ സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ. അത് പ്രായത്തിൻ്റെയാണ് എന്ന്. ഷാനവാസ് പ്രായത്തിൻ്റെ ഇതുകൊണ്ടാണ് പെൺപിള്ളേർ അവിടെ കിടന്നപ്പോൾ ആര്യനുമായിട്ട് കിടന്നപ്പോൾ നോക്കുന്നത് എന്നുള്ളത് ഷാനവാസ് പറയുന്നുണ്ടായിരുന്നല്ലോ. ഇതൊക്കെ നമ്മൾ ലൈവിൽ കണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട്
ഇത് സത്യമല്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാർ വെറും പൊട്ടന്മാരാണെന്ന് എനിക്ക് പറയാൻ പറ്റൂ, വെറും പൊട്ടന്മാർ. പിന്നെ ബിഗ് ബോസിന്റെ റെപ്യൂട്ടേഷൻ ക്രെഡിബിലിറ്റി നോക്കിയിട്ടാണ് ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത് ഇതൊന്നും നടന്നിട്ടില്ലെന്ന്. അതവിടെ അവർ കഴിഞ്ഞു, അതവിടുത്തെ സംഭവം അവർ ഫിനിഷ് ചെയ്ത് പോയി. പക്ഷേ ഇവിടെ നമ്മളിപ്പോഴും അത് എന്തുകൊണ്ടാണ് പറയുന്നത്? കാരണം ഇവിടെ കുറേ നെഗറ്റീവ് ആൾക്കാർ, നെഗറ്റീവ് അനിമോൾ എന്ന് പറയുന്ന വ്യക്തി കള്ളിയാണ്, അവൾ നെഗറ്റീവ് ആക്കുക വേണ്ടി കുറച്ച് യൂട്യൂബർമാരും അവരുടെ കുറേ നാരിൻ്റെയും ജിസേലിനെയും കുറേ സപ്പോർട്ട് ചെയ്യുന്ന ആർമീസും പറയുന്നത് കൊണ്ടാണ് നമ്മൾ വീണ്ടും ഇത് പറയേണ്ടി വരുന്നത്. നമുക്കിപ്പോൾ ആരെയും സപ്പോർട്ട് ചെയ്യേണ്ടല്ല, പക്ഷെ സത്യമായിട്ടിരിക്കണ്ടേ, സത്യമായിട്ട് തന്നെ വേണം. കാരണം ഒരാൾ കള്ളമാണ് പറഞ്ഞെങ്കിൽ തെളിയിക്കേണ്ട ബാധ്യത ആരാണോ ആ കള്ളത്തിന് ഇരയായത് അവരാണ്, അല്ലെങ്കിൽ അവരുടെ ഷോയുടെ റെപ്യൂട്ടേഷൻ ബാധിക്കുന്ന ആ ഷോയുടെ ആൾക്കാരാണ്, അല്ലാണ്ട് അനിമോൾ അല്ല തെളിയിക്കുന്നത്. അനിമോൾ ഓൾറെഡി സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത് എൻ്റെ ഒരു കാര്യമാണ്, ഞാനിത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാനിത് എപ്പോഴും പറയാൻ ഉദ്ദേശിക്കുന്നില്ലായിരുന്നു, പക്ഷെ ഞാൻ വീണ്ടും ഇത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ജിസേൽ എവിക്ഷൻ നോമിനേഷൻ ജിസേൽ അനിമോളെ പിന്നെ നോമിനേഷനിലേക്ക് ഇട്ടില്ല. അതിൻ്റെ ഒരു റീസൺ ഇത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എവിക്ഷൻ നോമിനേഷനിൽ പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത് ആദില ഫേക്ക് ആണ് അല്ലെ. ആദില അന്ന് ഭയങ്കര ഒരു ലാലേട്ടൻ്റെ എപ്പിസോഡിൻ്റെ ഇടയ്ക്ക് വെച്ചില്ല ആദില ഒരു ഷോ ഓഫ് കാണിച്ചു. എന്തുകൊണ്ടാണ് ആ ഷോ ഓഫ് കാണിച്ചത്? ലാലേട്ടൻ വന്ന് എന്താ പറയുക, ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞ് അനിമോളെ ചീത്ത വിളിച്ചപ്പോൾ, അനിമോളെ വഴക്ക് പറഞ്ഞപ്പോൾ ഇവർ വിചാരിച്ചു ഈ അനിമോൾ തെറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ ഇനി അതിനകത്ത് ആയിപ്പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പുറത്ത് നെഗറ്റീവായി പോകും, അനിമോൾ ഓൾറെഡി നെഗറ്റീവായി. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഒരു പട്ടി ഷോ അതിലവിടെ കാണിച്ചു. ആ പട്ടി ഷോയുടെ ഒരു ആവശ്യമില്ലായിരുന്നു. കാരണം ഈ ഒരു ഡെമോൺസ്ട്രേഷൻ ചെയ്യാനായിട്ട് ഒരിക്കലും അനിമോള് തയ്യാറായതല്ല. അനിമോളെ നിർബന്ധം പിടിപ്പിച്ച് ആദില, നൂറ ആൻഡ് അക്ബർ, പിന്നെ നിവിൻ, ഇങ്ങനെയുള്ള ആൾക്കാർ, അക്ബർ ഉൾപ്പെടെ, അക്ബർ വാക്ക് ഓഫ് ചെയ്തെന്ന് ലാലേട്ടൻ പറഞ്ഞു. ലാലേട്ടൻ അത് മാത്രമേ കണ്ടുള്ളൂ. പക്ഷെ നിർബന്ധം പിടിപ്പിച്ചത് അക്ബറും നിവിനും ഇവരെല്ലാവരും കൂടിയാണ്. എങ്ങനെയാണ് നീ അത് കാണിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ അനിമോളെ കൊണ്ട് ഷോ ഓഫ് ചെയ്യിപ്പിച്ചത്, ഇത് ചെയ്യിപ്പിച്ചത്, ഈ ഡെമോൺസ്ട്രേറ്റ് ചെയ്യിപ്പിച്ചത് അക്ബറും ആദില, നൂറ ആൻഡ് ആ പാർട്ടികളാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് പിന്നെ ആദില പിന്നീട് പിന്നെ നീ ഫേക്കാണ്, നീ അങ്ങനെയാണ്, നീ ഇങ്ങനെയാണ് എന്ന് പറയുന്നത്? ഒരാൾ പറഞ്ഞത് വിശ്വാസമാണെങ്കിൽ അവർക്കും പല തവണയും ഇത് തോന്നിയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും വിശ്വസിക്കും. ഇപ്പം എന്നോടൊരു കാര്യം ഒരാൾ വന്ന് പറഞ്ഞാൽ ഞാനത് 100% വിശ്വസിക്കത്തില്ല. എനിക്കും അത് പലപ്പോഴായിട്ട് എൻ്റെ കൺമുന്നിലോ എനിക്ക് അതിൻ്റെ അകത്ത് കുറച്ചെങ്കിലും എക്സ്പീരിയൻസ് അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ ഞാനതിൻ്റെ ഒരു 80% അല്ല 50% വിശ്വസിക്കൂ. അല്ലാതെ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും. അങ്ങനെ വിശ്വസിക്കുന്നത് അത് തെറ്റായ പ്രവണതയാണ്. എന്നിട്ട് എന്നിട്ട് ഇതേ കണക്ക് അവളെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യിപ്പിച്ചിട്ട് പിന്നെ അവർ മാറിക്കളയുക, ഞങ്ങളൊന്നും ചെയ്തില്ല, അവളാണ് എല്ലാം ചെയ്തതെന്ന് പറയുന്നത് വളരെ മോശമായ കാര്യമാണ്. അത് ഒരു പിന്നിൽ നിന്ന് കുത്താണ്. അത് അതിലെ പിന്നിൽ നിന്ന് കുത്തുവാണല്ലോ. പിന്നെ ആന്റിതിനെ ചതിച്ചു എന്നുള്ളത് അവിടെ അനിമോള് കൺഫെഷൻ റൂമിൽ എവിക്ഷൻ നോമിനേഷനിൽ പറഞ്ഞിട്ടാണ് അതിലയുടെ പേര് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ തിരിച്ചും അതുപോലെ തന്നെയാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അനിമോൾക്ക് അവിടെ 4 വോട്ടേ കിട്ടിയുള്ളൂ. അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. അനിമോൾക്ക് ഒരിക്കലും ഈ 18 പേരിൽ 18 പേരാണ്, ഈ 18 പേരിൽ 17 പേര് ഒരാൾ എന്താ പറയണത്, നമ്മുടെ അനീഷ് ഒഴിച്ച് 16 പേരും നോമിനേറ്റ് ചെയ്തെങ്കിൽ, അല്ലെങ്കിൽ 10 പേരെങ്കിലും നോമിനേറ്റ് ചെയ്തെങ്കിൽ നമുക്ക് പറയാമായിരുന്നു. പക്ഷെ വെറും 4 പേരാണ് നമ്മുടെ അനിമോളെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ കഴിയുന്നത്? ഈ ബാക്കിയുള്ള ആൾക്കാർ ആരും സത്യം പറഞ്ഞാൽ ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഈ ആരിൻ്റെയും ജിസേലിൻ്റെയും ഈ പ്രവർത്തികൾ അവരും കുത്സിതങ്ങൾ അവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഓൾറെഡി അത് നേരത്തെ റെനയോട് പറഞ്ഞു കഴിഞ്ഞു. അവർ തമ്മിലുള്ള ആ ഒരു റിലേഷൻ ശരിയായ റിലേഷൻ അല്ല, ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് അല്ല, അതിനപ്പുറത്തേക്കുണ്ട്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരായതുകൊണ്ടാണ് അവർ ആ കാര്യത്തിന് പിന്നെ അനിമോളെ നോമിനേറ്റ് ചെയ്യാഞ്ഞത്. അനിമോളെ വെറും 4 പേര് മാത്രമാണ് നോമിനേറ്റ് ചെയ്തത്. അതിൽ കൂടുതൽ ബിന്നിയെ നോമിനേറ്റ് ചെയ്ത് 5 നോമിനേഷനുണ്ട്. അതുപോലെ തന്നെ ആദിലേക്ക് 7 നോമിനേഷനുണ്ട്. അതിൽ 7 പേരാണ് എവിക്ഷൻ നോമിനേഷനിൽ ഇട്ടത്. അപ്പോൾ നമ്മളതൊക്കെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതാണ് എനിക്ക് എവിക്ഷൻ നോമിനേഷനെ കുറിച്ച് പറയാനുള്ളത്. എവിക്ഷൻ നോമിനേഷൻ 13 പേര് വന്നിട്ടുണ്ട് എവിക്ഷനിൽ. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്ത് ലൈവ് അപ്ഡേറ്റ്സ് ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു. 3 പേരായിരുന്നു ക്യാപ്റ്റൻസിയിൽ ഉണ്ടായിരുന്നത്. ആരാണ്? പിന്നെ നമ്മുടെ അഭിലാഷ്, ഒനിയൽ, അതുപോലെ തന്നെ ജിസേൽ. ഈ 3 പേരിലെ ഒരു ബോൾ വെച്ചിട്ടുള്ള ഒരു സംഭവമായിരുന്നു കേട്ടോ. ഒരു ബോൾ വെച്ചിട്ടുള്ള ഒരു പിന്നെ ടാസ്ക്കാണ് നടത്തിയത്. ആ ബോൾ കൃത്യമായിട്ട് ടോപ്പിൽ നിന്നെടുത്ത് ഇങ്ങനെ പിന്നെ ഒരു ബോക്സ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് അതൊരു ഷഫിൾ ചെയ്താണ് കൊടുക്കുന്നത്. അപ്പോൾ അത് കറക്റ്റ് കളർ ടോപ്പിൽ നിന്ന് എടുത്ത് ഇങ്ങനെ ആക്കണം. നടുക്കത്തെ മഞ്ഞ ഇത് വെറുതെ ഇടണം. അപ്പോൾ അത് ആദ്യം ഫൗളായിരുന്നു ആദ്യം ചെയ്തത്. അഭിലാഷാണ് ആദ്യം ചെയ്ത് മാറ്റിയത്. പക്ഷേ ചെയ്ത ബോൾ കറക്റ്റായിട്ട് ചെയ്തില്ല.
താഴെ നിന്നൊക്കെ എടുത്തെന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം ജിസേൽ ചെയ്തു. ജിസേലും പിന്നെ ചെയ്തത് ശരിയായില്ല. അങ്ങനെ വീണ്ടും മൂന്നാമതും ബിഗ് ബോസ് പറഞ്ഞു ടാസ്ക് ചെയ്യാൻ പറഞ്ഞു. മൂന്നാമത് 2 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ അഭിലാഷ് ചെയ്തു. അങ്ങനെ അഭിലാഷ് ക്യാപ്റ്റനായി. അപ്പോൾ ക്യാപ്റ്റൻ ആവുന്നതിന് മുമ്പ് അഭിലാഷ് പല കാര്യങ്ങളും പറഞ്ഞു ഏൽപ്പിച്ചു. അത് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം. കാരണം അനുമോൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം അനുമോൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തു അഭിലാഷ് ക്യാപ്റ്റൻ ആവാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞ് ഓരോ ടീമിനെ നിശ്ചയിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആര്യനും ജിസേലും മാത്രം പറയുന്നത് കേൾക്കേണ്ടി അഭിലാഷിന് വന്നു. അത് ഭയങ്കരമായിട്ട്, കാരണം അവർ കയറി നിന്നങ്ങ് സംസാരിക്കുവാണ്. വെസൽ ടീമിൽ പിന്നെ ജിസേലിനെ, അനീഷിനെ, ലക്ഷ്മിനെ, അതുപോലെ തന്നെ ആദിലേനെ വെച്ചു. അപ്പോഴത്തേക്ക് എന്നിട്ട് അനീഷിനെ ക്യാപ്റ്റൻ എന്ന്, അത് പിന്നെ ജിസേൽ ഓക്കെ വന്ന് നിന്ന് കഴിഞ്ഞിട്ട് അനീഷ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ജിസേൽ അങ്ങ് തുടങ്ങി. എന്തുമാത്രം പ്രശ്നമെന്നറിയാം, അനീഷ് ക്യാപ്റ്റൻ എങ്ങനെയാവും, അനീഷ് ക്യാപ്റ്റൻ അങ്ങനെ. അപ്പോൾ അത് ഒരു 10 മിനിറ്റ് നേരം അങ്ങനെ ബഹളം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഉടനെ തന്നെ കൈ വയ്യ, എനിക്ക് കൈ വയ്യ, ഡോക്ടർ പറഞ്ഞു എൻ്റെ കയ്യിൽ വെള്ളം വീഴാൻ പാടില്ല. എന്നിട്ട് വെള്ളം വീഴാൻ പറ്റാത്തവരും കൈ മുറിഞ്ഞവരും ഒക്കെ എന്തിനാണ് പിന്നെ അവിടെ നിൽക്കുന്ന, വീട്ടിൽ പോടേ. അപ്പം വെള്ളം വീഴാൻ പറ്റത്തില്ല എന്നും പറഞ്ഞിട്ട് ഉടനെ അരീക്ഷിക്കുന്നു. അനീഷ് ക്യാപ്റ്റൻ ആയത് ജിസേലിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഒരു 5-10 മിനിറ്റോളം ബഹളമായിരുന്നു അനീഷ് ക്യാപ്റ്റൻ ആക്കരുതെന്നും പറഞ്ഞു. ലാസ്റ്റ് ഈ ആരിനെ പിന്നെ ജിസേലും പറഞ്ഞതനുസരിച്ചുകൊണ്ട് അനുമോളെ പിടിച്ച് വെസലിട്ട്. അനുമോള് ഇതുവരെ പാത്രം കഴുകിയിട്ടില്ലെന്ന്. നമ്മൾ പലതവണയും രാത്രി മെനഞ്ഞാന്ന് അത്ര ഈ പ്രശ്നങ്ങൾ നടന്ന ഒരു രാത്രി മുഴുവൻ പാത്രങ്ങൾ അനുമോൾ ഒറ്റയ്ക്ക് അവിടെ നിന്ന് കഴുകുന്നുണ്ടായിരുന്നു. ആരും കണ്ടില്ല, ആരും ഇല്ലായിരുന്നു. പക്ഷെ നമ്മൾ ക്യാമറയിൽ ലൈവ് കണ്ടുകൊണ്ടിരുന്നതാണ്. അനുമോൾ മുഴുവൻ പാത്രങ്ങളും കഴുകി. അപ്പോൾ ഇങ്ങനെ കഴുകുന്ന ഒരാൾ കഴുകിയിട്ടില്ല എന്ന് പറഞ്ഞ് അത് ആരിനും ജിസേലും പറഞ്ഞതനുസരിച്ച് അനുമോളെ ഭയങ്കരമായിട്ട് ദേഷിച്ച് അഭിലാഷ് കൊണ്ടുവന്ന് ആ ടീമിലിട്ടു, വെസൽ ടീമിൽ. അതൊക്കെ വളരെ മോശമാണ്. കാരണം അവർ പറയുന്നത് കേട്ടിട്ട് വീണ്ടും അഭിലാഷിനെ ഒരു ഇൻഡിപെൻഡന്റ് ക്യാപ്റ്റൻ ആക്കും, അങ്ങനെ ആവും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മളിരുന്നത്. അതൊക്കെ ജിസേലിന് പാത്രം കഴുകാൻ പറ്റത്തില്ല, കൈ പൊട്ടിയതല്ല, കൈയുടെ സൗന്ദര്യം പോകുന്നു. അല്ലേ തന്നെ കൈ കണ്ടാലേ കഷ്ടമാണ്, ഒരുമാതിരി ഇരിക്കുന്ന കൈ. പലതവണയും ബിഗ് ബോസ് അത് വിരൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കൈ അങ്ങ് നശിച്ചു പോകും, ചുളുങ്ങിപ്പോവും എന്നൊക്കെയാണ്. പിന്നെ ഈ ഒണിയൽ വന്ന് പറഞ്ഞു അയ്യോ അവർക്ക് പാത്രം കഴുകുന്നത് ഇഷ്ടമല്ല എന്ന്. അപ്പോൾ അത് നോക്കിയിട്ട് ഇന്നലെ അഭിലാഷ് പറഞ്ഞു എന്നാൽ പാത്രം കഴുകുന്ന ടീമിൽ തന്നെ ഇടണം. അങ്ങനെ പറഞ്ഞ ഒരാൾ ഇന്ന് അവർ പറഞ്ഞതനുസരിച്ച് പാത്രം കഴുകുന്നതിന് മാറ്റി ബാത്റൂം ടീമിലാക്കി. അപ്പോൾ ഇതൊക്കെ വളരെ മോശമായ ഒരു പ്രവണതയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വെസൽ ടീമിൽ അങ്ങനെ അനുമോള്, അനീഷ്, ആദില, ലക്ഷ്മിയാണ്. വൈകുന്നേരത്തെ പാത്രമൊക്കെ അനീഷും അപ്പം അവൾ ഒറ്റയ്ക്ക്, അനുമോള് പറഞ്ഞു ഞാൻ രാത്രിയിൽ ഒറ്റയ്ക്ക് കഴുകിക്കോളാം, കാരണം രാത്രി ഒരുപാട് പാത്രങ്ങളാണ്. പക്ഷെ ഒറ്റയ്ക്ക് കഴിയുന്നതെന്ന് പറഞ്ഞാൽ ആദിലയുമായിട്ട് മെൻ്റലി അടുപ്പമില്ല. പിന്നെ അനീഷ് ഇന്ന് രാവിലെ അനുമോളെ നോമിനേറ്റ് ചെയ്തു. അനീഷിന് സംശയമാണ് ഇത് സത്യമാണോ അല്ലേ. അപ്പോൾ അനീഷ് പറയുന്ന ഇന്ന് നോമിനേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ അനീഷിന് നോമിനേഷന് പറ്റില്ല. അനീഷിന് പങ്കെടുക്കാൻ പറ്റാത്തതുകൊണ്ട് അനീഷ് പറഞ്ഞു കൺഫ്യൂഷൻ റൂമിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇവിടെ നോമിനേറ്റ് ചെയ്യുന്നു പറഞ്ഞാൽ നെവിനെ നോമിനേറ്റ് ചെയ്തു, അതുപോലെ അനുമോളെ നോമിനേറ്റ് ചെയ്തു. എന്നിട്ട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ 72 ക്യാമറ ഉണ്ടായിട്ടും അവരാരും കാണാത്ത കാര്യം, അതെനിക്ക് ലാലേട്ടനെയും കാണാത്ത കാര്യം അനുമോൾ കണ്ടു എന്ന് പറഞ്ഞ് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ട് അനുമോള് അത് ശരിയായ ഒരു നടപടിയല്ല, അതുകൊണ്ട് അനുമോളെ നോമിനേറ്റ് ചെയ്യുന്നു. ലാലേട്ടൻ കണ്ടില്ലേലും അവർ 72 ക്യാമറ കണ്ടില്ലേലും അനുമോള് പിന്നെ കണ്ടോ കണ്ടില്ലോ എന്നുള്ള പ്രേക്ഷകരല്ലേ തീരുമാനിക്കുന്നത്. അനുമോൾ എന്താണ് അവിടെ ചെയ്യുന്നുള്ള പ്രേക്ഷകരല്ലേ തീരുമാനിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം, ഇന്ന് ഷാനവാസ് അവിടെ ഇരുന്ന് പിന്നെ ജിസേലിനോട് രാവിലെ ഇരുന്ന് സംസാരിക്കുന്ന ഓരോ കാര്യങ്ങൾ സംസാരിച്ചപ്പം ഷാനവാസ് പിന്നെ അനുമോളെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട് കേട്ടോ. അനുമോളെ പണ്ട് പരിചയപ്പെടുത്തി കുറേ നാളുകൊണ്ടേ പറഞ്ഞു, പണ്ട് പരിചയപ്പെട്ടപ്പോൾ അവൾ എട്ടുപൊട്ടും തിരിയാത്ത പെണ്ണായിരുന്നു, അഭിനയിക്കാൻ അറിയത്തില്ല, അങ്ങനെ പറഞ്ഞു വിട്ടതാണെന്നൊക്കെ പറഞ്ഞു. എൻ്റെ കയ്യിൽ അവളുടെ നമ്പറിൽ ഇത് എത്ര പ്രാവശ്യം പറഞ്ഞെന്നറിയാം, പല ആൾക്കാരോടും പറഞ്ഞു. അത് എന്തിനാണ് അങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പണ്ട് അഭിനയിക്കാൻ വരുന്ന ആൾക്കാർ പിള്ളേരൊക്കെ ആകുമ്പോൾ അവർക്കൊന്നും അഭിനയിക്കാൻ അറിയത്തില്ല. പിന്നെ നിങ്ങൾ എല്ലാ മനുഷ്യരും തന്നെ ആദ്യത്തെ അഭിനയം, മമ്മൂക്കയുടെ ആദ്യത്തെ സിനിമ നിങ്ങൾ എടുത്തു നോക്ക്. അങ്ങനെ ഓരോ ആൾക്കാരുടെ ആദ്യത്തെ സിനിമ എടുത്തു നോക്കുമ്പോൾ അവരിൽ നിന്നൊക്കെ എത്രയോ മെച്ചപ്പെടും ഓരോരോ സിനിമ കഴിയും തോറും. അങ്ങനെയാണല്ലോ എല്ലാവരും അഭിനയിക്കാൻ, എല്ലാവരും അങ്ങ് ഭയങ്കര അങ്ങേരത്തെ പഠിത്തമൊന്നും പഠിച്ചിട്ടല്ല പല ആൾക്കാരും വരുന്നത്. അഭിനയിച്ച് അവരങ്ങ് ഇതാവും, പ്രതിഭയാവും. അതൊക്കെ ഒരു ഭാഗ്യമാണ്. അഭിനയിക്കാൻ കിട്ടുക, ചാൻസ് കിട്ടുക എന്ന് പറയുന്നത്, ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യമാണ്. ഒരുപാട് അഭിനയിക്കാൻ അറിയാവുന്ന എത്രയോ ആൾക്കാർ നമ്മുടെ ഈ വീട്ടിനകത്ത് ഇരിപ്പുണ്ട്. പക്ഷേ എല്ലാവരും അങ്ങ് ഭയങ്കര അഭിനയിക്കാൻ അറിയാവുന്നവരാണ് ഈ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി എന്നെക്കാട്ടി എത്രയോ മടങ്ങ് അഭിനയിക്കാൻ അറിയാവുന്ന ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടാതെ വീട്ടിലിരിപ്പുണ്ടാവും. അതെനിക്ക് കിട്ടുന്നൊരു ഭാഗ്യമാണ് അല്ലേ. അങ്ങനെ വിചാരിക്കാതെ ഇതങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പിന്നെ അതേപോലെ തന്നെ അവളെ ഫോൺ നമ്പർ ഇല്ലായിരുന്നു, അവൾ എന്നെ ചാറ്റ് ചെയ്യാറില്ല, ഞാൻ അവളെയും ചാറ്റ് ചെയ്യാറില്ല, എൻ്റെ ഫോൺ നമ്പർ അവൾക്കുമില്ല, അവളുടെ ഫോൺ നമ്പർ എനിക്കുമില്ല. പിന്നെ ഞാനൊരു റിയാലിറ്റി ഷോയിൽ വന്ന് കണ്ടപ്പോൾ അവിടെ അവൾ കരച്ചിലും പിഴിച്ചിലുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ജിസേൽ ശ്രദ്ധിച്ചത് അത് മാത്രമാണ്. അവൾ പണ്ടും ഇങ്ങനെ കരയുമായിരുന്നു, കരച്ചിലും പിഴിച്ചിലും ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നു. അവൾ പണ്ടും ഇങ്ങനെ തന്നെ,
അവളിങ്ങനെ ഒരു എപ്പോഴും കരച്ചിലും പിടിച്ചിലും ഒക്കെ ആയിട്ട് നടന്നൊരു പെണ്ണാണ്. അപ്പോഴാണ് ജിസേലിന് മനസ്സിലാവുന്നത് ഇത് യഥാർത്ഥ സ്വഭാവമാണ്, അനിമോൾ റിയൽ ആണ്, അനിമോളുടെ ക്യാരക്ടർ ഇതാണ്, അനിമോൾ എന്തിനെങ്കിലും പെട്ടെന്ന് ഇമോഷൻ ആവുന്ന വ്യക്തിയാണ് എന്നുള്ളത് ജിസേലിന് മനസ്സിലാവുന്നത് ഇന്ന് ഷാനവാസ് പറഞ്ഞപ്പോൾ ജിസേലിന് മനസ്സിലായി. ജിസേൽ അതുകൊണ്ട് തന്നെ അനിമോൾ റിയൽ ആണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാവുമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് പിന്നെ ജിസേൽ അനിമോളെ കുറച്ച് ഒതുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു പ്രശ്നമൊക്കെ വന്നപ്പോൾ അനിമോളെ പാത്രം കഴുകാനിട്ടു, അനിമോളെ അവളെ പാത്രം കഴുകാനിട്ടാലെന്താന്ന് പറഞ്ഞ് ആര്യനും ജിസേലും കൂടി കിടന്ന് അഭിലാഷിനോട് ബഹളം വെക്കുന്നുണ്ടായിരുന്നു. അനിമോളെ ഒരു പ്രധാനപ്പെട്ട ഒരു എതിരാളിയാക്കി തന്നെയാണല്ലോ വെച്ചിരിക്കുന്നത്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എതിരാളികളെ പോലെയാണ് കണക്ക് കൂട്ടുന്നത്. അപ്പോൾ തന്നെ പക്ഷേ അനിമോളുടെ റിയൽ ക്യാരക്ടറാണത്. അനിമോൾ സത്യസന്ധമായിട്ടാണ് നിൽക്കുന്നത്. പ്രേക്ഷകർക്ക് അവളുടെ റിയൽ ക്യാരക്ടർ അറിയാം, അവൾ ഇങ്ങനെയാണ് എന്ന് അറിയാമെന്ന് അറിഞ്ഞപ്പോൾ പിന്നെ ജിസേലിനൊരു വിപ്രാളമൊക്കെ ഉണ്ട് കേട്ടോ, ഒരു ടെൻഷനൊക്കെ ഉണ്ടോ, ഇവിടെ ഇത് തന്നെ ആയിരുന്നു, അപ്പോൾ അവളിവിടെ ഡ്രാമ കളിക്കുമല്ലേ എന്നുള്ളൊരു തോന്നലുണ്ട്. പക്ഷേ അത് ആരിനെ മാത്രം ചെറുതായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളത് ചെറുതായിട്ടൊന്ന് കേൾപ്പിച്ചായിരുന്നു ബിഗ് ബോസ് ലൈവിൽ. പിന്നെ ആരിനോട് മാത്രം സൂചിപ്പിച്ചു, അവളിങ്ങനെ അവിടെയും കരയുന്ന ഒരാളായിരുന്നു. പണ്ട് ഷാനവാസ് അവിടെ പിന്നെ എന്താ ഈ ഒരു ഷോയിൽ പോയപ്പോൾ അവിടെയും കരച്ചിലും പിഴിച്ചിലും ഒക്കെ ആയിരുന്നു. അപ്പോൾ അവളുടെ റിയൽ ക്യാരക്ടർ ഇതാണെന്നുള്ളത് അവർക്ക് മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ അതെന്തായാലും അതൊരു കളിയിൽ പ്രതിഫലിക്കും. എന്തായാലും ഇപ്പോൾ ലൈവ് നടക്കുകയാണ്. ലൈവിനകത്ത് എന്താണ്, ലൈവിനകത്ത് അഭിലാഷും മുനിയലും നമ്മുടെ അനിമോളും കൂടി ഇന്നൊരു സോഫയിൽ ഇരുന്ന് വർത്താനം പറയുന്നുണ്ട്. എന്തായാലും അനിമോൾക്ക് ഒരു വിഷമം ഉണ്ടായിരുന്നു അഭിലാഷ് അങ്ങനെ ബസൽ ടീമിലേക്ക് ഇട്ടത്. അപ്പോൾ അഭിലാഷ് ബസൽ ടീമിലേക്ക് ഇട്ടതിൻ്റെ കാര്യം അനീഷ് ആയതുകൊണ്ട് അനീഷാണ് ബസൽ ടീമിൻ്റെ ക്യാപ്റ്റൻ. അതുകൊണ്ട് പക്ഷേ പിന്നെ അനിമോൾക്ക് പിന്നെ അനീഷിനോട് ഒരു ഇച്ചിരി മാനസിക വിഷമമുണ്ട്. കാരണം അന്ന് അത് മനസ്സിലാക്കിയില്ലായിരുന്നു. പക്ഷെ മനസ്സിലാക്കാനുള്ളതിരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടനെ പോലുള്ള ഒരാൾ വന്ന് പറയുവാണ്, ലാലേട്ടനെ പോലൊരു മഹാനടൻ, എല്ലാവരും ബഹുമാനിക്കുന്ന, പ്രത്യേകിച്ചും കലയോട് ആഗ്രഹം ഇപ്പം എല്ലാവരും ബഹുമാനിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല. കലയോട് ആഗ്രഹമുള്ളവർ, കലയോട് ഇഷ്ടമുള്ളവരൊക്കെ അദ്ദേഹത്തിനെ ബഹുമാനിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ അദ്ദേഹം വന്ന് പറയുവാണ്, ഞാൻ കള്ളം പറയൂ, നിങ്ങളെന്താ ഞാൻ കള്ളം പറഞ്ഞെന്നായിരിക്കും, ബിഗ് ബോസ് കള്ളം പറയും, 72 ക്യാമറ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അനീഷ് അല്ല ആരായാലും അത് വിശ്വസിച്ചു പോകും. ഇപ്പോൾ ഒരു കണ്ടസ്റ്റിനേക്കാട്ട് ഉപരിയായിട്ട് ലാലേട്ടൻ വന്ന് പറയുമല്ലേ. പക്ഷേ ജനങ്ങൾ ഇത് കണ്ടതുകൊണ്ട് ജനങ്ങൾ ആരും വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 80% ജനങ്ങളെ വിശ്വസിക്കില്ല, 20% ജനങ്ങൾ എന്തായാലും എല്ലാം വിശ്വസിച്ച് പോകുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, ഒന്നും ചിന്തിക്കാൻ പറ്റാത്ത കുറച്ച് മാനസികാവസ്ഥയുള്ളവർ, അവർ മാത്രമേ വിശ്വസിക്കൂ. അല്ലാണ്ട് 80% ജനങ്ങളും അനിമോള് തെറ്റുകാരിയാണ്, അല്ലെ അനിമോള് കള്ളം പറഞ്ഞെന്ന് വിശ്വസിക്കില്ല. വിശ്വസിക്കണമെങ്കിൽ അവർ കൃത്യമായ ക്ലിപ്പിങ്സ് നമ്മളെ കാണിക്കണമായിരുന്നു. അത് കാണിക്കാത്ത കാലത്തോളം നമ്മൾ ആരും ലാലേട്ടൻ പറഞ്ഞത് സത്യമാണെന്ന് ലാലേട്ടൻ കള്ളം പറയും നമ്മളാരും പറയുന്നില്ല. കാരണം ലാലേട്ടനെ പോലുള്ള ഒരാൾക്ക് സ്ക്രിപ്റ്റ് കൊടുക്കുന്നതാണ്. അദ്ദേഹത്തിന് ആ ഷോയുടെ റെപ്യൂട്ടേഷൻ നോക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം അതുപോലെ തന്നെ പ്രവർത്തിക്കാൻ പാടുള്ളൂ. അതുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ പ്രവർത്തിച്ചത്. അപ്പം നമുക്ക് ലൈവ് അപ്ഡേഷൻസ് ഇത്രയൊക്കെ ഉള്ളൂ ഇന്ന്. ഇപ്പം അക്ബറിൻ്റെയും ഷാനവാസിൻ്റെയും അതുപോലെ തന്നെ ആരിൻ്റെയും കഥകൾ പറഞ്ഞു, എല്ലാവരുടെയും ലൈഫ് സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞു. അതിനകത്ത് ഏറ്റവും ഹൃദയസ്പർശിയായിട്ട് എനിക്ക് തോന്നിയത് ഷാനവാസിൻ്റെ കുഴപ്പമില്ല, ആര്യൻ ചുമ്മാതെ ലോട്ടുക്ക് കാര്യം പറഞ്ഞു. നോർത്ത് ഇന്ത്യൻ ആണ്, മാതാപിതാക്കൾ നോർത്ത് ഇന്ത്യൻസ് ആണ്, സമീറിൻ്റെയും ഡിംപിളിൻ്റെയും മകനാന്ന് പറഞ്ഞു. അപ്പം മുസ്ലിം ഫാമിലിയാണ്. പിന്നെ ഉത്തരേന്ത്യക്കാരാണ്. നോർത്ത് ഇന്ത്യക്കാരെങ്ങനെയാണ് ഇവിടെ മലയാളി ബിഗ് ബോസ് ഷോയിൽ വരുന്നത് എനിക്കറിയത്തില്ല. നോർത്ത് ഇന്ത്യൻസ് ആണെന്ന് പറഞ്ഞു പാരൻസ്. പക്ഷേ എറണാകുളത്താണ് താമസിച്ചതെന്ന് പറഞ്ഞു. ഇനി ഫാദറിന് വല്ല ബിസിനസ്സുമായിട്ട് ഇവിടെ വന്ന് താമസിച്ചതാണോ അതൊന്നും കൃത്യമായിട്ട് പറഞ്ഞില്ല. എല്ലാം ഒരു എന്തോ ഒരു എന്നിട്ട് പിന്നെ ഹൈപ്പർ ആക്റ്റീവാണ്, ഞാൻ ഹൈപ്പർ ആക്റ്റീവ് ഉള്ള ആളാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് നമുക്ക് കാണാനും ഉണ്ട് ഹൈപ്പർ ആക്റ്റീവ് ആണെന്നുള്ളത്. പിന്നെ വേറെ കൂടുതൽ കാര്യമൊന്നുമില്ല. എന്താ ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്നു, എല്ലാത്തിലും തോൽവിയായിരുന്നു. അപ്പോൾ ഇത് ലോക തോൽവി തന്നെ, ഇവിടെയും ലോക തോൽവിയാണല്ലോ, എപ്പോഴേ ഔട്ടായി പോകേണ്ടതായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് നിർത്തിയിരിക്കുന്നത് എനിക്കറിയത്തില്ല. ഇനി അതിൻ്റെ ഇൻഫ്ലുവൻസിൽ വല്ല സ്വാധീനത്തിൽ നിർത്തിയിരിക്കുന്നതാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട്. പിന്നെ ഷാനവാസിൻ്റെ രോഗവിവരങ്ങളൊന്നും പറഞ്ഞില്ല, ഉമ്മ മരിച്ച കാര്യം മാത്രം പറഞ്ഞു. പിന്നെ വീട് കത്തിപ്പോയതും അവരുടെ പിന്നെ ഉമ്മയും വൈഫും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ, കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതിൻ്റെ ലൈഫിനെ ഒരുപാട് ബാധിച്ചു, ഒരുപാട് മാനസിക വിഷമങ്ങൾ ഉണ്ടാക്കി, അതൊക്കെ പറഞ്ഞു. പിന്നീട് അക്ബറാണ്. അക്ബറിൻ്റെ എനിക്ക് അരങ്ങേറ്റത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞു. മഹാദേവൻ്റെ ശിവലിംഗത്തിൽ ഹിന്ദുക്കളെയൊക്കെ കയ്യിലെടുത്തു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം മഹാദേവൻ്റെ ശിവലിംഗത്തിന് മുന്നിലാണ് ആദ്യമായിട്ട് അരങ്ങേറ്റം നടത്തി, ആരുമില്ലാതെ. അങ്ങനെ മഹാദേവൻ്റെ 2 വരി കീർത്തനവും പാടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞു, ആ സെഗ്മെൻറ്റ് കഴിഞ്ഞു. അപ്പം അതാണ് ഇപ്പോൾ ലൈവിൽ കഴിഞ്ഞത്. അപ്പോൾ എല്ലാവരുടെയും ലൈവ് സ്റ്റോറി എല്ലാം കഴിഞ്ഞു. വേൾഡ് കാർഡ്സ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ഇത്രയുമാണ് ഇന്ന് ലൈവിൽ നടന്നത്. അപ്പോൾ ഓക്കെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നിങ്ങൾക്ക് നിങ്ങളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. സത്യം പറഞ്ഞേ ഞാനാണെങ്കിൽ
ഭയങ്കര തൊണ്ടവേദന. തൊണ്ടയാണെങ്കിൽ ഇങ്ങനെ ചൂടുവെള്ളം കുടിച്ചു. അന്നത്തെ കാര്യം തൊണ്ടയ്ക്ക് കുറച്ച് പ്രശ്നമുള്ള ആളാണ് ഞാൻ. അപ്പം ഇപ്പോൾ ഡയലോഗ് കാര്യങ്ങളൊക്കെ പറയേണ്ടത് തന്നെ. പിന്നെ എപ്പോഴും വീഡിയോ ഇടുന്നതുകൊണ്ട് നമ്മൾ സൗണ്ട് ക്ലിയർ ആക്കണമല്ലോ. സൗണ്ട് പിന്നെ ലൈവും ഒക്കെ കിടക്കുന്നതുകൊണ്ട് നമ്മൾ എപ്പോഴും സൗണ്ട് ക്ലിയർ ആക്കണം. പിന്നെ ഡയലോഗ്സ് ഉണ്ട്. ഞാനാണെങ്കിൽ ആ ഒരു ഒരു ഡ്രാമ ചെയ്യുന്നുണ്ട്. ഡ്രാമയ്ക്കകത്ത് ഒരു 3-4 വേഷമുണ്ട്. 3-4 ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഒന്ന് ഗാന്ധാരി, ഒന്ന് കുന്തി, ഒന്ന് ഒരു പിന്നെ ഒരു ക്യാരക്ടറായിട്ട് വരുന്ന ഒരു നാടകത്തിലേക്ക് വരുന്ന ഒരു കഥാപാത്രം, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ലവർ. ഇങ്ങനെ 4 കഥാപാത്രങ്ങളുണ്ട്. അപ്പോൾ 4 തരത്തിലുള്ള ടോണാണ് ഡയലോഗ്സ് കേട്ടോ. അപ്പോൾ ഒരെണ്ണം ഭയങ്കര സ്ഫുടമായിട്ട് ഭയങ്കര ഉച്ചത്തിൽ പറയണം. ഭീമസേനൻ്റെ ഒരു കാര്യം പറയണം. കുന്തി ദേവിയുടെ ഒരു ഡയലോഗ് ഭയങ്കര ടഫായിട്ടുള്ള ഡയലോഗാണ്. ഗാന്ധാരി ഡാമ കരയുന്ന ഒരു ഭയങ്കര സീനാണ്. അപ്പോൾ അങ്ങനെ ഒരെണ്ണം ലവ് ഡയലോഗ്സാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഡയലോഗ്സ് മാറി മാറി പറയണം. അപ്പോൾ തൊണ്ട കുറച്ച് പ്രശ്നമാണ്. അപ്പോൾ ഞാനിങ്ങനെ തൊണ്ടയിൽ ഇങ്ങനെ അമർത്തി പിടിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ അപ്ഡേറ്റ്സ് അതൊക്കെയുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ലൈവ് അപ്ഡേറ്റ്സ് കറക്റ്റായിട്ട് കാണണം. 24/7 ആണ് ലൈവ്. അതുപോലെ തന്നെ നിങ്ങൾ മലയാളം ബിഗ് ബോസ് voting.com സന്ദർശിച്ച് അവിടെ പോയിട്ട് നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥിക്ക് വോട്ട് ചെയ്യാനും മറക്കണ്ട. പിന്നെ വോട്ടിംഗ് വരുമ്പോൾ തന്നെ നമ്മുടെ ഒഫീഷ്യൽ ഹോട്ട്സ്റ്റാറിൽ പോയിട്ടും വോട്ട് ചെയ്യണം. എന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ ഒഫീഷ്യൽ വോട്ട് കിട്ടത്തുള്ളൂ. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് ആർക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നത് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടെ വന്ന് നോക്കിയാൽ മനസ്സിലാവാം. ഇതെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വെബ്സൈറ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് അമ്മൂസോട്ടിൻ്റെ സ്വന്തം വെബ്സൈറ്റാണ്, മലയാളം ബിഗ് ബോസ് voting.com. അപ്പോൾ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.